ഹാപ്പി ന്യൂ ഇയർ! പ്രിയമുള്ള ഇക്കിളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് നിവാസികളെ, നമ്മൾ ഇന്ന് അതിസന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സിനിമയിലും കൊച്ചിൻ കാർണിവലിലും മാത്രം കണ്ടുവന്നിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കൽ നമ്മുടെ ഈ ചെറിയ പഞ്ചായത്തിൽ ആദ്യമായിട്ട് അരങ്ങേറുകയാണ്. കൃത്യം രാത്രി 12 മണിക്ക് തന്നെ പപ്പാഞ്ഞിക്ക് തീ കൊടുക്കുന്നതാണ്. അതിനുശേഷം പാട്ട്, ഡാൻസ്, മിമിക്രി, ഫിഗർ ഷോ എന്നിവ കോർത്തിണങ്ങിക്കൊണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുള്ള വൺ മാൻ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. വൺ മാൻ ഷോ നമുക്കായി ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇക്കിളിക്കുന്ന് എന്ന നമ്മുടെ ഈ ചെറിയ ഗ്രാമം വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ ഈ ഗ്രാമത്തിലെ ഏക കലാകാരൻ. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം കലാകാരനെ, ഇക്കിളിക്കുന്ന് റെജി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഞാൻ തന്നെ ഇക്കിളിക്കുന്ന് റെജി. ഞാൻ നോക്കുന്നത് റിഹേഴ്സൽ ചെയ്യുന്ന കണ്ടില്ലേ? നിർത്ത്. ദൈവത്തെ വിളിക്കാതൊന്ന് എഴുന്നേറ്റ്. എന്റെയും നാട്ടുകാരുടെയും വക ഒരു സമ്മാനമുണ്ട്. പ്രസിഡന്റ്, ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വെച്ച് 10 ആള് കാണുക തിരണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെയാടാ ഈ പരിപാടി കഴിഞ്ഞ് ഈ കണ്ടത്തിലെ ചെറിക്കകത്തുനിന്ന് നിന്നെ തപ്പിപ്പിടിച്ച് ഈ ഗിഫ്റ്റ് നിന്നെ ഏൽപ്പിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ അങ്ങ് തന്നേ ഉള്ളൂ. എന്നാലും എന്താ പ്രസിഡന്റ്, നോക്കാലോ. ഇതെന്തോ പ്രസിഡന്റ്? ഇത് വേവിച്ച് തിന്നരുത്, പച്ചക്ക് കറ കളഞ്ഞ് വേണം തിന്നാൻ, എന്നാലേ നിന്റെ ക്രിമികടി മാറത്തുള്ളൂ. ക്രിമികടി അല്ല, ഞാൻ പുഴു അടിച്ചതാ. അതെ, നാളെ ഒരു സമയത്ത് എന്റെ പേരിലായിരിക്കും നിങ്ങൾ പോലും അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് വളർന്നു വരുന്ന ഒരു കലാകാരന്റെ മുളയിലെ നിങ്ങൾ നുള്ളു. എടാ, ഞാനൊരു കാര്യം ചോദിക്കണം. എടാ, നീ ഈ തോട്ടിലും മരമത്തും കിടന്ന് അലയുന്നല്ല, നീ ഒരു നല്ല പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ടോ റെജിമോനെ? കഴിഞ്ഞ കൊല്ലം കിടങ്ങിയ അമ്പലത്തില് നാടകത്തിന് കരടിയുടെ വേഷം ഇട്ട് കയറാൻ പറഞ്ഞ് ഞാൻ കേറി തകർത്ത് ജനങ്ങളെ ഫുള്ള് കയ്യിലെടുത്തില്ലേ? പറയുമ്പോ എഡിറ്റ് ചെയ്യാതെ മുഴുവൻ പറയണം, എന്നാലേ അവർക്കും കൂടെ അത് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇത് കേൾക്കണം. കാട്ടിലും നാട്ടിലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു മൃഗമാണ് കരടി. ഞാൻ ആ കർട്ടന്റെ ഇടവഴി നോക്കുമ്പോൾ ഒരു കരടി നാണമില്ലാതെ നിന്ന് തല്ലുകൊള്ളുന്നു. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയണം? അതിനൊരു കാരണമുണ്ട്. എന്തുവാ? എന്റെ കഥാപാത്രം അത്രത്തോളം ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ശരിയാ. ആ സ്വാധീനം മാറ്റാനായിട്ട് ചിരയു ആയുർവേദ സെന്റർ ഇവൻ 2 മാസമാണ് പോയത്. എന്നാലും ഞാൻ ആ വേഷോട്ട് തകർത്താടിയില്ലേ ഇവിടെ കരടി വേഷത്തിൽ. എന്നിട്ട് ഇവന്റെ കരടി വേഷത്തിനോടുള്ള കൊതി മാറിയിട്ടില്ല എന്റെ മണിക്കുട്ടൻ ചേട്ടാ. ബാക്കി ഞാൻ പറയാം. ഇവൻ ആ കോസ്റ്റ്യൂം ഇട്ടോണ്ട് ഇവന്റെ വീട്ടിലോട്ട് ചെന്ന് കസാരയിൽ ഊണും കഴിഞ്ഞിട്ട് ഫയറും വായിച്ചോണ്ട് ഇങ്ങനെ കിടന്ന് ഇവന്റെ മുത്തച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവൻ പറയുവാ സർപ്രൈസ്. എങ്ങനെ നോക്കിയാലും ഒരു 5 വർഷവും കൂടെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനായിരുന്നു. ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ 40 രൂപ ഫ്രെയിമിന്റെ അകത്ത് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാലെന്താ, അപ്പൊരു സുഖമരണമായിരുന്നല്ലോ. അതങ്ങനെ ഫയറും വായിച്ചോണ്ടല്ലേ കിടന്നത്? പിന്നെ അതുകൊണ്ട് സുഖമരണമല്ല, ദുഃഖമരണമാണോ? അങ്ങനെ അങ്ങ് അവൻ വളച്ചൊടിച്ച്. എടാ, പിന്നെ പപ്പനെ കത്തിക്കണ്ടേ? പിന്നെ കത്തിക്കാനല്ല, കെട്ടിച്ചുടാനാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. പറഞ്ഞ കത്തിക്കണ്ടേ? കത്തിച്ചിട്ട് വീണ് എനിക്ക് എന്റെ മെഗാ ഷോ ചെയ്യാൻ. എന്നാ ചെയ്യാം. കത്തിക്കാൻ വരട്ടെ. കത്തിക്കാൻ വരണ്ട, ഇവിടെ കത്തിക്കാൻ വേറെ ആളുണ്ട്. അതല്ല പറഞ്ഞത്, പപ്പാഞ്ഞിയെ കത്തിക്കാൻ വരട്ടെ എന്ന്. ഇവിടെ തന്നെ നിന്നോണം. കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചോളാം. വീട്ടിൽ നിന്ന് പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവിടുന്ന് പോയാ എന്റെ സ്വഭാവം അറിയാലോ. അതിന്റെ ഇടക്ക് ഓടിപ്പോണ ഇങ്ങോട്ട് വരാൻ. മനസ്സിലായില്ലേ? എന്ത് സംഭവം? ഇവൻ ഈ നാട്ടിലെ വലിയൊരു അല്പനാ. ഇവന്റെ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നെ അവന്റെ അച്ഛന്റെ ആത്മാവ് അവന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ചെറുക്കൻ നടക്കുന്നത്. അച്ഛനെയാണോ ഈ കഷത്ത് വെച്ചോണ്ടിരുന്നത്? ആ, ചോദിക്കാം. അതെ, ഇങ്ങോട്ടൊന്നും പറയണ്ട. ചെറുകടി വീട്ടിൽ വിവേകൻ. ഇത് ചെറിയ കടിയൊന്നും അല്ലത്. ഇത് നമുക്കറിയാം, ചെറിയ കടിയൊന്നും അല്ലത്. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ പൊന്നു ഇതെന്നാടാ ഇത്? നിന്റെ പാന്റ് ഷർട്ടും തമ്മിൽ പിണങ്ങി ഇതെന്റെ കോസ്റ്റ്യൂമാന്നുള്ള കാര്യം പ്രസിഡന്റിന് അറിയാലോ. പിന്നെ എനിക്ക് ട്രാക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു ഡയലോഗ് അടിച്ചത്. ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. അത്രേ ഉള്ള. റിജിമൻ ഒരു കസാരയും എടുത്ത അവനത് ആ ഫ്രണ്ടിൽ പോയി കാണട്ടെ. ആ പ്രശ്നം അങ്ങ് തീരുവല്ലോ. കസാര എടുത്തടാ. അതല്ലെന്ന് പറഞ്ഞത്, ഈ പപ്പാഞ്ഞിയെ കാണിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും കാണാം. ദൂരെ നിന്ന് കാണണം, തീപ്പൊരിയൊക്കെ പുറത്തു വീഴും. എല്ലാവരും പറഞ്ഞു, ഞാനും അതല്ലേ പറഞ്ഞേ. ഈ ക്ലാപ്പന്മാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതല്ലെന്ന് പറഞ്ഞത്. പിന്നെ
എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം ഈ പപ്പാഞ്ഞിയെ നിങ്ങൾ കത്തിക്കുന്നത്. എടാ എല്ലാരും കണ്ണുകൊണ്ട് തന്നെ കാണുന്നത്, നിങ്ങൾക്കും കണ്ണുകൊണ്ട് കാണാൻ ഇത് കത്തിക്കുന്നത്. കണ്ടോ? അതിനെന്താ സുഖമില്ലടാ നിനക്ക്? എന്റെ ഈ കൈ ഇരിക്കുന്ന എന്തുവാന്ന് മനസ്സിലായ? കള്ളാസ്. എന്നാന്ന്? കള്ളാസ്. ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞോണ്ടല്ലേ കന്നാസ്. കന്നാസും മണ്ണെണ്ണ ഒന്നുമല്ല, സ്റ്റേ. അങ്ങനെ പറഞ്ഞ എടോ, എന്റെ അച്ഛന്റെ മുഖച്ചായുള്ള ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നതാ? അത് നിനക്കെങ്ങനെ ധൈര്യം വന്നതാ പ്രസിഡന്റ്? എന്റെ സ്വന്തം അച്ഛന്റെ മുഖമുള്ള ഈ പപ്പാഞ്ഞി ഇവന്മാര് കത്തിക്കാൻ പോണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനേക്കാളും വലിയ അയ്യാണ് ഇത് പറഞ്ഞപ്പോ ജഡ്ജി എന്റെ മുഖത്ത് നോക്കി വെച്ചത്. അപ്പൊ തന്നെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തു. അയ്യെന്ന് വെച്ച ജഡ്ജി കരഞ്ഞോണ്ട് വന്നാണ് എനിക്ക് ഈ സ്റ്റേ ഒപ്പിട്ട് തന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ മത ആചാരപ്രകാരം ഞാൻ ഈ പപ്പാഞ്ഞിയെ കത്തിക്കും. അതെ, അത് നടക്കത്തില്ല. എന്തുകൊണ്ടും ഇത് കത്തിക്കാൻ അർഹനായിട്ടുള്ള വ്യക്തി ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റ് തന്നെ അതിന് കൊള്ളി വെക്കും. എന്റെ ഐസ്ക്രീം കച്ചവടക്കാരാ ഇങ്ങോട്ടൊന്ന് വന്ന ഡാൻസുകാരൻ. ഓ, അത് പറഞ്ഞാ ഇപ്പൊ ഇയാൾ ഇവിടെ കിടന്നങ്ങ് കൊഴുക്കും. എന്തിനാ വിളിച്ചേ? പണ്ട് നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു. എന്തുവാ? എന്റെ അച്ഛന്റെ ജാരസന്തതിയാണ്. തെന്നിത്തരം പറയരുത് വിവേക, തെന്നിത്തരം പറയരുത്. എനിക്ക് ഈ നാട്ടിൽ ഇത്തിരി ഇത് വിലയൊക്കെ ഉള്ളതാ. നാട്ടിൽ വിലയൊക്കെ ഉള്ള നാട്ടില് നിലയം വിലയുള്ള ഒരു പ്രസിഡന്റ് പണ്ട് ഓണത്തിന് ഒരു പുലിവേഷം കെട്ടി ഇവൻ എന്റെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ എന്റെ റാംബോ പട്ടിക്ക് ഈ നീളമുള്ള ഒരു ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കുകയായിരുന്നു. ഒറ്റ ചാട്ടത്തിന് ഇവൻ ആ പട്ടിയുടെ വായിന്ന് ചിക്കൻ കടിച്ചെടുത്ത്. ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറയുവാണ്, അത് പട്ടിയാണെ ഞാൻ പുലിയാ, എനിക്ക് തിന്നാന്ന്. അതാണ് ഇവൻ പറഞ്ഞ ഇവന്റെ മാന്യത. അത് പിന്നെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചല്ലേ? 45-ാമത്തെ വയസ്സിലാണ് ഇവൻ ചിക്കൻ ഫ്രൈ പട്ടിയുടെ വായിൽ നിന്ന് കടിച്ചെടുത്തത്. അപ്പോഴും നിനക്ക് അറിവ് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് പപ്പാഞ്ഞിയെ കത്തിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കത്തിച്ചോ, കത്തിച്ചോ, വിഷയമില്ല. കത്തിച്ചോ, കത്തിക്കും ഞാൻ. കത്തിച്ചോ, വിഷയമില്ല. കത്തിക്കാനാ വന്നത്, കത്തിച്ചിട്ടേ ഞാൻ പോകും. എനിക്കറിയാൻ പാടില്ല വിവേക. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞു. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്ത് ചെയ്യുന്നു? അച്ഛൻ ഓക്കെയാണോ? ഒരു മിനിറ്റ്. അച്ഛനൊക്കെ ആണല്ലോ, പറഞ്ഞ വാക്ക് പാലിക്കണം. എനിക്കറിയാം കേട്ടല്ലോ. എന്റെ പൊന്നെണിക്ക് വന്നടാ. ഞാൻ പറഞ്ഞ ഞാൻ ഈ സമയത്ത് ഡാൻസ് കളിക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് അവന്റെ മണ്ണെണ്ണ വിളക്കും. ഈടാ നമ്മൾ ഈ നാട്ടുകാരുടെ പിരിവെടുത്ത് ഈ പപ്പാനി ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇനിയിപ്പോ ഈ നാട്ടുകാർ എന്നെ കൊല്ലൂലേ? ഇത് അത് തീർച്ചയായും നമ്മൾ എന്നെ ചെയ്ത്. എന്റെ പ്രസിഡന്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്ക്. പ്രസിഡന്റ് വിചാരിച്ച നടക്കും. എനിക്ക് മെഗാ ഷോ ചെയ്യാനുള്ളതാണെന്ന്. ചെല്ലുന്ന്. ഒരു മിനിറ്റിക്ക് വന്നേ. അതെ, നിന്നെ അതിനാര് വിളിച്ചടാ? പ്രഭാരൻ ചേട്ടനെ ഞാൻ വിളിച്ചോ. പ്രഭാരൻ ചേട്ടാ, ഒരു മിനിറ്റിങ് വന്നു. പ്രഭാരൻ ചേട്ടാ വന്നേ. പ്രഭാരൻ ചേട്ടാ, ഓ പണ്ടും തോളത്ത് കൈയിടുന്ന ഇഷ്ടമല്ല ഈ മനുഷ്യന്. പ്രഭാരൻ ചേട്ടാ, ഞാൻ വളരെ മര്യാദക്ക് ഞാൻ ചോദിക്കുക. ഞാൻ നിങ്ങളുടെ ചെറുക്കനെ കാണിക്കുന്ന മോശമല്ലേ? ഇത്രയും ആൾക്കാർ പൈസ മുടക്കിയെടുത്ത് എന്തോ പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് വിഷയമില്ല. എടാ വിവാ, അച്ഛന് കുഴപ്പമില്ലെന്ന്. പ്രസിഡന്റ് അച്ഛനോട് തന്നെ ആണല്ലോ സംസാരിച്ചത്. എന്താണ് നീ അങ്ങനെ ഒരു വർത്താനം? ഞാൻ പിന്നെ എന്നാ കള്ളം പറയുന്ന? നിനക്ക് നിന്റെ അച്ഛനെ കാണാമല്ലോ, ദഹിക്കുന്നു. എന്നാ നീ പറഞ്ഞ കാര്യമായിട്ടാണെന്ന് അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിക്ക്. അല്ല പിന്നെ പറഞ്ഞടാ. അച്ഛാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നോട് ഞാൻ വെച്ച എന്റെ അച്ഛൻ അവിടെയാണോ നിൽക്കുന്നത്? പിണങ്ങി താണ്ട് ഇവിടെ വന്നിട്ടു. എന്താടാ നിനക്ക് കണ്ണ് കാണാൻ വയ്യടാ? എനിക്കറിയാൻ പാടില്ല. ഇവിടെ വൈകുന്ന എനിക്ക് വന്നു വരും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നോട് ഇത് ഭ്രാന്താണ് നിനക്ക്. എടാ നിന്റെ അങ്ങേരെയും പറഞ്ഞേ ഇവിടെ വന്നിരിക്കുന്നു. ആ ചെറുക്കനായിട്ട് ഉമ്മ നിനക്ക് കാണാൻ പറ്റത്തില്ലേ? എനിക്ക് ആ കഴിവ് കിട്ടിയുള്ളൂ. എന്റെ ദൈവമേ, പിടിച്ചതിനും വലുതാണല്ലോ പൊനത്തിനകത്ത് ഇപ്പൊ ഇരിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഇനി ഒരു കാര്യം പറയാം.
എന്റെ പൊന്ന് വിവേക, നീ എന്നാ കോക്കാമ്പി ചീക്കിടന്ന് കാണിക്കുന്നത്? പ്രായമുള്ള ഒരു മനുഷ്യനെ ഒരു പൊതുവേദി വിളിച്ചു വരുന്നിട്ട് അപമാനിക്കുന്നു. നിനക്ക് തലയ്ക്ക് സുഖമില്ലേ വിവേക? എന്നാ ഇത്? അതൊന്നും മിണ്ടുന്നില്ല. നിനക്ക് എന്നാ പ്രശ്നം? എന്റെ പൊന്ന് കപ്പലണ്ടി കച്ചവടക്കാരാ, ഞാൻ ഡാൻസുകാരൻ ഇരിക്കുന്നിടത്തുനിന്ന് കറങ്ങുകയാണല്ലോ അച്ഛാ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ഞാനേ ആ ഇങ്ങോട്ട് വന്നോ. ഞാൻ ആ ചെറുക്കനെ പറഞ്ഞ് എങ്ങനെയും ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്. അല്ലപ്പോ ഞാൻ എന്ത് പറയാനായിട്ടാ? അച്ഛൻ അടുത്ത് തന്നെ നിപ്പുണ്ടല്ലോ അല്ലേ? എടാ എനിക്ക് ഇത് കേൾക്കുമ്പോഴാ ചൊറിഞ്ഞു കയറുന്നത്. എടാ നിനക്ക് ഞാൻ കള്ളം പറയുന്നതാണോ എന്റെ വിചാരം? പ്രവാൻ ചേട്ടാ, ഇവിടെ ഇപ്പൊ ഉണ്ട് ജനകമ്മ കുഞ്ഞമ്മ. കുഞ്ഞമ്മയുടെ ഭർത്താവ് പണ്ട് പട്ടച്ചാരായവും മുട്ടയും മേടിച്ചു കൊടുത്ത ഒരു 2.5 ഏക്കർ അച്ഛനെ കൊണ്ട് എഴുതി മേടിപ്പിച്ചായിരുന്നു. അതിന് ഞാൻ ആ ആധാരം എവിടെ ഇരിക്കുന്നതാന്ന് എത്ര ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അതെവിടാ വെച്ചിരിക്കുന്നതെന്നൊന്ന് ചോദിച്ചേ. ചോദിച്ച് മനസ്സിലാക്കിയാൽ പാപ്പാഞ്ഞി കത്തു. ഇല്ലെങ്കിൽ പ്രവാരൻ മുഖം തിരിച്ചു കളഞ്ഞു. അല്ലേലും അങ്ങനാണ് എന്റെ പൊന്ന് പുളിമിച്ച കച്ചവടക്കാരാ. പ്രസിഡന്റിന് ഒരു കാര്യം അറിയാം. ആധാരം എവിടെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഒരു പ്രാവശ്യം പറയുവാണ് മഹാരാഷ്ട്രയെ കൊണ്ട് വെച്ചേക്കുവാന്ന്. മൈക്രോ ഫിനാൻസിൽ നിന്ന് കാശെടുത്ത് ഞാൻ മഹാരാഷ്ട്രക്ക് പോയി. അവിടെ ചെന്ന് പാനിപൂരി തിന്നോണ്ടിരിക്കുമ്പോ അച്ഛൻ പറയുവാണ്, എന്ത് കാശ്മീരിൽ മഞ്ഞിന്റെ അടി കുഴിച്ചിട്ടിരിക്കുവാന്ന് ആധാരം. അയൽക്കൂട്ടക്കാരുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശക്ക് പൈസ എടുത്ത് 4 JCB ആയിട്ട് ഞാൻ കാശ്മീരിൽ പോയി. JCB എന്തിനാ? പിന്നെ മഞ്ഞുമല്ല നീ മാന്തിയിട്ട് എന്റെ പൊന്ന് പ്രസിഡന്റ് അവിടെ ആധാരമില്ല, അതിന്റെ അടിയിൽ ഒന്നുമില്ല. അപ്പൊ എന്നോട് പറയുവാണ് പഞ്ചാബിൽ കൊണ്ടൊരു സിഖുകാരന് പണയം വെച്ചേക്കുവാണ്. എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നും മീൻ കച്ചവടക്കാരൻ, എന്റെ പൊന്നളിയാ, ഞാൻ ഇവിടുന്ന് പഞ്ചാബിൽ ചെന്നു. എന്നിട്ട് പഞ്ചാബിൽ ചെന്നപ്പോ സിഖുകാരനുമില്ല, ആരാധവുമില്ല. തെറ്റിപ്പോയി സഹോദര. എന്റെ പൊന്ന് പ്രഭാകരൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും ഒരു മനുഷ്യനായിരുന്നു. ആ ചെറുക്കൻ എന്തുവാടാ? സുധേപ്പച്ചി വയ്യാതെ അച്ഛന് കിടന്നപ്പോ തലങ്ങണിയുടെ അടിയിൽ 5000 രൂപ കൊണ്ടുവച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കാശ് എനിക്ക് കിട്ടണം. കിട്ടിയ പപ്പാഞ്ഞി കത്തും. ഇല്ലെങ്കിൽ രജിമോനെ, എന്താ ഞാൻ ഡാൻസ് കളിക്കണം? അതിന്റെ ഇടയിൽ കൂടെ ഫിഗർ ഷോ ഉണ്ട്. ചെയ്തോ, നിന്നെ കൊണ്ടാവുന്നത് നീയും ചെയ്. ഒരു 2000 രൂപ ഞാൻ അങ്ങിടാം. ഒരു 2000 രൂപ നീ ഇടുവാണെങ്കിൽ ഉദയപ്പച്ചിയുടെ കട അങ്ങ് തീർത്താൽ നിന്റെ ഡാൻസോ ആണല്ലോ. അപ്പൊ ഞാൻ ഏറ്റു. എനിക്ക് ഡാൻസ് കളിക്കാതെ വിവേക, എന്റെ 2000 അവന്റെ 2000 കൂടെ ചേർത്ത് ഞാൻ നിനക്ക് ഗൂഗിൾ പേ ഇട്ടേക്കാം. അച്ഛൻ തന്നാന്ന് വിചാരിക്കണം. ഓക്കെ, ഹാപ്പി ആയല്ലോ? പ്രശ്നം തീർന്നല്ലോ? പ്രശ്നം തീർന്നു. ഇനി അരങ്ങേറ്റം നടത്താം. അയ്യോ അമ്മേ, ഫസ്റ്റ് മിമിക്രി വേണോ? രമണൻ കൊച്ചിച്ച് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല, പറ. രമണൻ കൊച്ചിച്ചന് 1 ലക്ഷം രൂപ കൊടുത്തതാണ്. അനുഭവിച്ചു. പ്രഭാകരൻ ചേട്ടൻ വിളിക്കുന്നു. എന്നാ ആ പൈസ കൊടുത്തല്ലോ പുള്ളി കൊടുത്തെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞേ. അല്ലേലും ചില സമയത്ത് ഇങ്ങനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ചുമ്മാതാണ് ആ കാഴ്ച ബംഗ്ലാവിൽ വെച്ച് ഇങ്ങനൊക്കെ സംഭവിച്ചത്. അയ്യോ, കാഴ്ച ബംഗ്ലാവ് എന്തോ പോച്ചു? ഭയങ്കര ചങ്കൂറ്റുള്ള ആളായിരുന്നല്ലോ എന്റെ അച്ഛൻ. ഇരട്ട ചങ്കെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഹോ. കാഴ്ച ബംഗ്ലാവിൽ സിംഹത്തിനെ കുളിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഒരു സംശയം, എന്തോന്ന്? പലജാതി സിംഹങ്ങൾ അവിടെ ഉണ്ട്, നരസിംഹം മാത്രം അവിടെ ഇല്ലെന്ന്. അതിന് പുള്ളി എന്താ ചെയ്തെന്നറിയോ? രാത്രി ഒരു സിംഹത്തിന്റെ കൂട്ടി തള്ളി കേറിയിട്ട് അതിന്റെ താടി മുഴുവൻ വൈറ്റ് സിമെന്റ് അടിച്ചു വെച്ച് നേരം വെളുത്ത് ഈ സിംഹം വെള്ളം കുടിക്കാൻ നോക്കിയപ്പോ വെള്ളത്തിനകത്ത് സിനിമാ നടൻ അജിത്ത് നിൽക്കുന്നു. എന്നിട്ട് ദേഷ്യം കേർത്തില്ല. സിംഹം കൂട്ടിക്കിടന്ന ഒറ്റ ഡയലോഗായിരുന്നു, ആരാണ് എന്റെ താടി വെള്ള സിമെന്റ് അടിച്ചു വെച്ചതെന്ന്. ഇങ്ങേർക്ക് വായിലെ നാക്ക് ചുരുട്ടി അകത്തിട്ടിട്ട് മിണ്ടാതിരുന്നാ പോരായിരുന്നു. ഈ മണ്ടം പുറത്ത് നിന്ന ഒറ്റ ഡയലോഗ്, എന്തുവാ? ഞാനാ അത് ചെയ്തേന്ന്. നരസിംഹം തൂണ് പിളർന്നാണ് വന്നത്, ഇത് കൂട് പിളർന്നാണ് വന്നത്.
അച്ഛന്റെ കടിയും മാറി നിങ്ങത്തിന്റെ വിശപ്പും മാറി. പുളിമുട്ടായി കച്ചവടക്കാരൻ എന്തേലും പറഞ്ഞായിരുന്നു? ഡാൻസുകാരൻ പ്രഭാകരൻ ചേട്ടാ, നിങ്ങളുടെ മോൻ പറയുന്ന പറച്ചിൽ കേട്ടോ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് എന്നാക്കി ഇവിടെ ഈ ചെയ്തു വെക്കുന്നത്? എന്തോ ആ വിഷയമായി കേട്ടോ, വിഷയമായി. നീ ഇത്രയും നേരം പറഞ്ഞ കഥയൊക്കെ ഈ പറഞ്ഞ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ? ആണ്ട് നിന്നതെല്ലാം വടി വെട്ടുന്നു. വടിയെടുക്കുന്നു? വടിയെടുക്കുന്നെങ്കിൽ അത് പിടിച്ച് മേടിക്കണോ? പണ്ടേ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ്. അടിക്കരുത് പ്രഭാകരൻ ചേട്ടാ, പറയുന്നതൊക്കെ ചെറുക്കനാണ്. പോയി പിടിക്ക്. അടിക്കണ്ട, ഞാൻ പറഞ്ഞു അടിക്കണ്ട പ്രഭാകരൻ ചേട്ടാ. അടിക്കരുത് അച്ഛാ. ഇത് കൊള്ളാം. ഇത്രയും നേരം എന്നോട് ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റി ഇപ്പം ചെറുക്കന്റെ പുറകെ പോയി നിൽക്കുന്നു. പ്രഭാകരൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും ബലിച്ചൂറുണ്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനല്ലേ. എന്നാ കോക്കാൻ പിച്ചി ഇവിടെ വന്ന് ഈ കാണിക്കുന്നത്? അത്രേ ഉള്ളു, അതന്നെ പറഞ്ഞാൽ മനസ്സിലാവൂലേ. ഡാ, അച്ഛൻ പറയുന്നത് പുള്ളി ഭയങ്കര കലിപ്പില്ല. ഒന്നെങ്കിൽ പപ്പാനിയെ കത്തിക്കണം, ഇല്ലേ നിന്നെ കൊല്ലണമെന്നാ പുള്ളി പറഞ്ഞു. എന്നാ പപ്പാനിയെ കത്തിച്ചേക്ക്. അതിനങ്ങനെ പറഞ്ഞു പറഞ്ഞ പോലെ ചെയ്യുന്ന ആണല്ലേ? എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യാം. പക്ഷെ എന്റെ നെഞ്ചിലെ തീ അണയ്ക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഒരു 2 സ്മോൾ തന്നാ തീ അണയും. ഇത് ആദ്യം അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. എടാ ജീരകമുട്ടായി, എന്നാ പിന്നെ നിനക്ക് ഇത് ആദ്യം എന്നോട് പറഞ്ഞാൽ പോരെ. ഇങ്ങോട്ട് അല്ല പിന്നെ അതെ പോലെ എനിക്കൊരു കാര്യം പറയാം. എന്നാ അറിഞ്ഞു പോലെ നിങ്ങളോടല്ല പോകുന്ന ഭാസ്കർ കൊച്ചട്ടങ്ങന്ന് യവന്മാര് രണ്ടും കൂടെ കിടന്ന് ഇവിടെ എന്തോ കോനാൻ വെച്ചാ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ലൊരു പരിപാടിയല്ലേ കൊച്ചാട്ട ഇത്. പോരാഞ്ഞിട്ട് വൈകിട്ട് എന്റെ മെഗാ ഷോ, എന്റെ ഫിഗർ ഷോ നിങ്ങളൊന്ന് കാണണം. എത്ര ഫിഗർ ഞാൻ ചെയ്യുമെന്ന് അറിയാം. അല്ല പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ചവിട്ടി നിർത്താൻ നോക്കുമ്പോ അവൻ പിന്നെ കളിച്ചു കഴിച്ചത്. വിവേക, സത്യത്തിൽ ഭാസ്കരൻ കൊച്ചേട്ടൻ നിന്റെ കൂടെ ഉണ്ടോ? നിനക്ക് കാണാവോ? അതെന്തായാലും ഒരു സസ്പെൻസ് ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഹാപ്പി ന്യൂ ഇയർ.